എത്രക്കാ? 20 തന്നാളാ. ആ അങ്ങനെ സംശയിക്കുന്ന രീതിയിൽ ആരും ഊരിലേക്ക് വന്നിട്ടില്ല സാർ. പുതുതായിട്ട് ഊരിൽ വരികയാണെങ്കിൽ ഉടനെ തന്നെ സ്റ്റേഷനിൽ വിവരറിയിക്കണം. കരിയടുത്ത് 2 ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കണം. അത് ചെയ്തത് നിരോധിക്കപ്പെട്ട സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. അവരോട് നിങ്ങൾ ആരെങ്കിലും സഹകരിച്ചു എന്ന് അറിഞ്ഞാൽ അത് സർക്കാരിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ കുഴപ്പം നിങ്ങളുടെ ഈ ഊരിനാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താടോ? ഇവിടെ ഒന്നും ആരുമില്ല സാർ. ആരോടോ? എൻ്റെ കൂടെ തേനെടുക്കാൻ വരുന്നവരാ. എന്താണ് സാർ? ഓടോ സാർ. ടയർ പൊട്ടിയതാണ് മാഡം. What? പോലീസ് ഫോഴ്സ് ഇപ്പം തന്നെ ഉണ്ട്. Okay. ഹലോ, എന്താണോ? സാർ, ഒരു അനോണിമസ് കോളാണ്. ഒരു മെസ്സേജ് ഉണ്ടെന്ന് സാർ. എന്താടോ? സാർ ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ ക്വാർട്ടേഴ്സിൽ. സാറേ, ഞങ്ങളവിടെ എത്തുന്ന വരെ സാർ പുറത്തിറങ്ങരുത്. സൂപ്രണ്ട് നേഹ മാഡത്തിനെതിരെ എന്തേ ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നതേ ഉള്ളൂ. സാർ സൂക്ഷിക്കണം. എടാ, എന്നെ നോക്കാൻ എനിക്കറിയാം. മനസ്സിലായല്ലോ? ആ ഫോം വെക്കടോ.
കൂട്ടക്കുലയുടെ വേദിയായി വയനാട്. 3 ആഴ്ചക്കിടെ 3 കൊലപാതകങ്ങൾ. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മഹാദേവന്റെയും പോലീസ് സ്റ്റേഷൻ അക്രമത്തിലൂടെ SI ബാബുരാജിന്റെയും കൊലപാതകത്തിന് ശേഷം CI വർക്കിയും കൊലപ്പെട്ടിരിക്കുന്ന ഭയാനകമായ ഞെട്ടിക്കുന്ന വാർത്തയ്ക്കാണ് പ്രഭാത കേരളം സാക്ഷിയായിരിക്കുന്നത്. ഈ കൊലപാതക പരമ്പരകൾക്ക് പിന്നിൽ ആരാണ്, ഏത് സംഘടനയാണ് എന്ന ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെയും കൃത്യമായ മറുപടി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നോ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ്. ആദ്യം കൊല ചെയ്യപ്പെട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മഹാദേവന്റെ കേസ് അന്വേഷിച്ച CI വർക്കിയെ SI ബാബുരാജിന്റെ കൊലപാതകത്തോടെ മാറ്റിയിരുന്നു. പകരം വന്ന CI ജോഷി മാത്യുവിന്റെ അന്വേഷണം പുരോഗമിക്കവെയാണ് CI വർക്കിയുടെ ദാരുണാന്ത്യം. ഈ കൊലപാതക പരമ്പരകളെ രാഷ്ട്രീയ കേരളം എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്ക്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ നടന്നിരിക്കുന്ന 3 കൊലപാതകങ്ങളും. ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തുള്ളവർക്ക് പോലും സുരക്ഷ ഇല്ല എങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താണ് ഇവിടെ? ഒരു ഭാഗത്ത് പുലിയും കടുവിറങ്ങി ആടുമാടുകളെ കൊന്നൊടുക്കുന്നു. ഇവിടെ ആരെന്ന് പോലും അറിയാത്ത ചിലർ കശാപ്പുകാരെ പോലെ വെട്ടും കൊലയുമായി നടക്കുന്നു. ഇതൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങളെ കിട്ടില്ല. മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ കേരളത്തിലുടനീളം ഞങ്ങൾ പ്രക്ഷോഭപരമായ സമരമുറകളുമായി മുന്നോട്ട് പോകുമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ. ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നു. തനിക്കൊരു ചായ കിട്ടുമോ? നോ സർ. അവന്മാരുടെ അടുത്ത് തരാനായിരിക്കും. വല്ല മാവോയിസ്റ്റോ നക്സലൈറ്റോ അതോ ഇനി വേറെ വല്ല സാധനം? എടോ ഇതെങ്ങനെ അവസാനിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഐഡിയ ഉണ്ടോ? സർ അടുത്ത 48 മണിക്കൂർ. എടോ താൻ വെറുതെ വിടുവായത്തരം പറയാതെ നാവിട്ടിരിക്കാതെ ചെയ്ത് കാണിക്കും. സർ കുറച്ച് സമയം കൂടി എനിക്ക്. ഓ സർ, ജോഷി, മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പഞ്ചപുച്ഛം മടക്കി നിന്ന് കാലത്ത് തന്നെ അയാളുടെ പരിഹാസം കേട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ. എന്താണ് തന്റെ അടുത്ത മൂവ്മെന്റ്? സാർ, ഞാൻ രാത്രി കൂടുതൽ ഫോഴ്സായിട്ട് കണ്ണൂരിന്നോ കോഴിക്കോടുന്നോ കിട്ടാവുന്ന ഫോഴ്സിനൊക്കെ വിളിച്ച് കാടും നാടും നഗരം അരിച്ചു പെറുക്കണം. സംശയം തോന്നുന്നു ഒരുത്തിനെ പോലും വെറുതെ വിടാൻ പാടില്ല. സർ, ഇന്നത്തോടെ തീരുമാനമായില്ലെങ്കിൽ ജോഷേ, ഐ വിൽ മേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. പിന്നെ ഞാൻ ഇറങ്ങും, നാട്ടിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പോലെ.